നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളം പിടിക്കുമെന്ന് അവകാശപ്പെടുന്ന ബി.ജെ.പിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ലേ? കേരളത്തിൽ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിൽ 50ഇടത്ത് ബി.ജെ.പിക്കോ സഖ്യകക്ഷികൾക്കോ സ്ഥാനാർത്ഥികളില്ല. മറ്റു പാർട്ടികൾ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ 5000-ഓളം വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല. തൽക്കാലം അത് വിശ്വസിക്കേണ്ട. ബി.ജെ.പിയുടെ ഔദ്യോഗിക കണക്കു തന്നെ നോക്കാം. 23,505 ഡിവിഷനുകളിൽ 2,440 ബി.ജെ.പിക്കോ സഖ്യകക്ഷികൾക്കോ സ്ഥാനാർത്ഥികളില്ല. 10% സ്ഥലത്താണ് സ്ഥാനാർത്ഥികളില്ലാത്തത്. ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താൻ കഴിയാത്ത ഇടങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നതല്ലേ ഇത് വ്യക്തമാക്കുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 77% വാർഡിലെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇപ്പോൾ അത് 89.5% കൂടി എന്നുമാണ് ബി.ജെ.പിയുടെ അവകാശവാദം. പക്ഷേ അപ്പോഴും കേരളത്തിൽ ഒരു പാർട്ടി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിക്കുന്ന പാർട്ടി ബി.ജെ.പിയാണ്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള ചിഹ്നവും താമര തന്നെയാണ്. കേരളത്തിൽ ഇരുമുന്നണികളെയും നയിക്കുന്ന CPM-നും കോൺഗ്രസിനും തങ്ങളുടെ സീറ്റുകളിൽ നല്ലൊരു ശതമാനവും ഘടകകക്ഷികൾക്ക് വീതം വെച്ച് നൽകേണ്ടി വരുമ്പോൾ ബി.ജെ.പി ഇങ്ങനെ ഘടകകക്ഷികൾക്ക് ആകെ നൽകി അവർ മത്സരിക്കുന്നത് 378 വാർഡുകളിൽ മാത്രമാണ്. ചുരുക്കം ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാതെ പോകുന്നത് ഏതു മുന്നണിക്കായാലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 10%-ലേറെ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഒരു പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ പാർട്ടിയുടെ ശക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി ദാരിദ്ര്യമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്നും. ശ്രീ കുഞ്ഞഹമ്മദ്, കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. കേരളം അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കും എന്നൊക്കെയാണ് ബി.ജെ.പിയുടെ അവകാശവാദം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 25%-ലേറെ വോട്ട് പിടിക്കുമെന്നൊക്കെ പറയുന്നു. 25%-ലേറെ വോട്ട് പിടിക്കുക എന്നതിൻ്റെ അർത്ഥം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി, ഒന്നുകിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പാർട്ടിയായി മാറുക എന്നുള്ളതാണ്. 30-33% മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികൾക്കൊക്കെ ലഭിക്കുന്ന വോട്ടുകൾ. അപ്പോൾ മൂന്നാമത്തെ പാർട്ടിയായി ബി.ജെ.പി ആ ശക്തിയിൽ തന്നെ മാറുന്നു. അത്രയോളം വലിയ ശക്തിയൊക്കെ അവകാശപ്പെടുന്നു. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ആകെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ 10%-ലേറെ മണ്ഡലങ്ങൾ ബി.ജെ.പിക്കോ ഘടകകക്ഷികൾക്കോ സ്ഥാനാർത്ഥികളെ ഇല്ല. എന്താണ് സംഭവിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. പറഞ്ഞോളൂ. 35 സീറ്റ് കിട്ടിയാൽ കേരളത്തിന് വേണം, ഞങ്ങൾ പിടിക്കുമെന്ന് പറയുന്ന ബി.ജെ.പി 10% സീറ്റിന്റെ കാര്യത്തിൽ പിന്നോട്ട് പോയിരിക്കുകയാണ്. ഇവരെങ്ങനെയാണ് കേരളത്തിൽ ഒരു MLA ഉണ്ടാക്കിയെടുക്കുക എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം. കാരണം മൂന്നാമതും LDF കേരളത്തിന്റെ അധികാരത്തിൽ വരുവാൻ പോയി. അതിനുള്ള ചൂണ്ടുവലയാണ് 17 സ്ഥലത്ത് ഞങ്ങൾ കണ്ണൂരിൽ എതിരില്ലാണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ എല്ലാ കാര്യങ്ങളും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതും പിണറായി വിജയൻ മെയ് 20 കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന്. ശരി, ശ്രീ നമ്മുടെ വിഷയം അതല്ല. ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ താങ്കളുടെ പാർട്ടി കേരളത്തിലെ വലിയ ശക്തിയാവും, ഞങ്ങൾ അധികാരം പിടിക്കുമെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും കേരളത്തിലെ 10% സ്ഥലങ്ങളിൽ 2,440 ഇടങ്ങളിൽ ബി.ജെ.പിക്ക് ബി.ജെ.പിക്കോ സഖ്യകക്ഷികൾക്കോ ആർക്കും സ്ഥാനാർത്ഥികളെ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചമാണ്, അത് പറയാം. 77%-ൽ നിന്ന് 89%-ലേക്കൊക്കെ വളർന്നു. പക്ഷേ എന്താണ് അങ്ങനെ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ദാരിദ്ര്യം ബി.ജെ.പിക്കുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രം ഇന്ത്യ രാജ്യത്ത് ഒട്ടുക്കും സാറിന് അറിയാത്ത പോലെയാണല്ലോ സാർ സംസാരിക്കുന്നത്. 1980 രൂപം കൊണ്ട ഭാരതീയ ജനതാ പാർട്ടി എത്ര സ്റ്റേറ്റിൽ, ഏതൊക്കെ സ്റ്റേറ്റിൽ, എപ്പോഴൊക്കെ, എവിടെയൊക്കെ പൂർണ്ണമായിട്ട് എത്ര ശതമാനം സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് കണക്ക് സാറിന്റെ അടുത്തുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് ഒരു 10 കൊല്ലം പുറകോട്ട് കേരളത്തിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു 25% സീറ്റിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്താറുണ്ടായിരുന്നു. അപ്പം ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി നിർത്തുന്നതോ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. 25% അല്ല ശ്രീ ബാലകൃഷ്ണൻ, അതിനൊക്കെ കൂടെ 50%-മേൽ സ്ഥലങ്ങളിൽ ഒരു 10-20 വർഷം മുമ്പ് തന്നെ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ നിർത്തുന്ന അവസ്ഥയൊക്കെ ബി.ജെ.പിക്കുണ്ട്. എന്തായാലും 2014 ശേഷം അതിന്റെ വളർച്ച അതിൽ കൂടുതലാണല്ലോ. ഇന്ത്യ രാജ്യത്ത് മൊത്തം, ഇന്ത്യ രാജ്യത്ത് മുഴുവനല്ല പറഞ്ഞത്, കേരളത്തിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. രാജ്യത്തിന്റെ ശരാശരിയൊക്കെ അവിടെ, രാജ്യത്തിന്റെ ശരാശരി കേരളത്തിലെ കോൺഗ്രസും CPM ഒക്കെ സ്ഥാനാർത്ഥി അങ്ങനെയല്ലോ. നമ്മൾ കേരളത്തിന്റെ വിഷയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കേരള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും 10% സ്ഥലങ്ങൾ 2440 ഇടങ്ങളിൽ അത് BJP-യുടെ കണക്കാണ്. മറ്റു പാർട്ടികളുടെ കണക്കനുസരിച്ച് അതിലൊക്കെ ഒത്തിരി കൂടുതലാണ്. നമുക്ക് കൃത്യമായ കണക്ക് എല്ലായിടത്തും എടുക്കാൻ കഴിയില്ല. കാരണം ഈ സ്വതന്ത്രനൊക്കെ ആരെ പിന്തുണയ്ക്കുന്നില്ല എന്നൊക്കെ കൃത്യമായി പറയാൻ കഴിയില്ല. BJP-യുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ ഈ സ്വതന്ത്രന്മാരെ എല്ലാം കൂടെ കൂട്ടിയാലും 10% സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇല്ല. അല്ല എനിക്ക് പറയാമോ സാർ? പറഞ്ഞോ. ഈ അല്ലെങ്കിലും സാറിന് ഞങ്ങളുടെ നെഗറ്റീവ് പരിശോധിക്കലാണല്ലോ സംഗതി. അത് പരിശോധിച്ചോ, കുഴപ്പമില്ല. അതിന് ഞങ്ങൾ പൂർവാധികം പിന്തുണ വരുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ സാർ. NDA മുന്നണി ഇന്ത്യ രാജ്യത്ത് ഒറ്റ നിലപാടിലാണ് മത്സരിക്കുന്നത്. അത് ബംഗാളിലായാലും ത്രിപുരയിലായാലും ആസാമിലായാലും ബീഹാറിലായാലും ഇന്ത്യയിൽ 28 സ്റ്റേറ്റിൽ NDA മുന്നണിയാണ്. ഈ മത്സരിക്കുന്ന കക്ഷികൾ ഇടതായാലും വലതായാലും ഇന്ത്യ രാജ്യത്ത് ഏതാ മുന്നണി? ശ്രീ ബാലകൃഷ്ണൻ, നമ്മളത് എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ശ്രീ ബാലകൃഷ്ണൻ, അത് എത്രയോ തവണ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ കേന്ദ്രത്തിൽ ഒന്നിച്ചിരിക്കുന്നതൊക്കെ അത് ഏത് ആശയത്തിന്റെ പുറത്താണെന്നൊക്കെ എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആളുകൾക്കെല്ലാം അറിയാവുന്ന, അതിനെ ആവർത്തിച്ച് പറഞ്ഞാൽ ആളുകൾക്ക് അത് തിരിച്ചറിയാം. അത് കഴിഞ്ഞാണ് ആളുകൾ വോട്ട് ചെയ്തതൊക്കെ. UPA സർക്കാർ കാലം മുതൽ ഒന്നിച്ചിരിക്കുന്നു, എന്നിട്ട് അവർക്ക് തന്നെയല്ലേ വോട്ട് ചെയ്യുന്നത്. അതൊക്കെ ആ കേരളത്തെ മലയാളിക്ക് കൃത്യമായി തിരിച്ചറിയാം. എന്തുകൊണ്ടാണ് അവർ BJP അകറ്റാൻ വേണ്ടി തന്നെയാണ് ഒരുമിച്ച് നിൽക്കുന്നത്. യാതൊരു സംശയമില്ല. കേരളത്തിൽ BJP എന്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഉത്തരം പറയുന്നത്. അതിലേക്ക് തന്നെ വരാം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തിനാണ് ഇവർ NDA മുന്നണിയിൽ വിവിധ മുന്നണികളായിട്ട് അവിടെ നിൽക്കുന്നതിന് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെങ്കിൽ അതേ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കറിയാം ഭാരതീയ ജനതാ പാർട്ടി എത്ര സീറ്റിൽ നിൽക്കണം, അവർ എന്തുകൊണ്ട് നിൽക്കുന്നില്ല, അവരുടെ ആശയം എന്ത്, അവരുടെ നിലപാടെന്ത്. പിന്നെ 35 സീറ്റ് കിട്ടി ഞങ്ങൾ ഭരിക്കുക 2 സീറ്റുമായിട്ട് നിന്നപ്പോൾ ഞങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കില്ല എന്ന് പറഞ്ഞത് ഞങ്ങളെ പരിഹസിക്കൊന്നും വേണ്ട. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞ ശ്രീ ബാലകൃഷ്ണൻ അതെല്ലാം സമ്മതിച്ചു. താങ്കളുടെ ആ ദേശീയ തലത്തിൽ അവകാശവാദങ്ങളൊന്നും നമ്മളോട് ആരും ചോദ്യം ചെയ്തില്ല. എന്റെ ചോദ്യം വളരെ നിസ്സാരമാണ്. കേരളത്തിൽ 2440 എടുത്ത് മത്സരിക്കാൻ ഒരാളെ കണ്ടെത്താൻ കഴിയുന്നില്ല കേരളത്തിലെ BJP-ക്കെങ്കിൽ അത് കേരളത്തിലെ BJP-യുടെ പരാജയമല്ലേ? അത് മാത്രമാണ് ചോദ്യം. അല്ല ദേശീയ തലത്തിലൊന്നും BJP ശക്തിയില്ലെന്നും ആരും പറഞ്ഞില്ല. BJP ശക്തിയൊക്കെ ഉണ്ട്. ഞാനതിന്റെ കാരണം താങ്കൾക്ക് അങ്ങനെ വിമർശിക്കാം, പക്ഷെ ഞങ്ങൾ വിമർശനമല്ല, വസ്തുതയാണ്. BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് തന്നെയാണ് അംഗീകരിച്ചത്. മറ്റു പാർട്ടികൾ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഇത് 5000-ഓളം സ്ഥലത്തില്ല എന്നാണ് പറയുന്നത്. ആ കണക്കൊന്നും എനിക്ക് ശരിയാണെന്ന് അറിയില്ല. ഇത് BJP ഔദ്യോഗികമായി പറഞ്ഞ കണക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്. എന്തായാലും BJP ഔദ്യോഗികമായി പറയുന്ന കണക്കും മറ്റു പാർട്ടികൾ പറയുന്ന കണക്കിന് ഇടയ്ക്കായിരിക്കും യാഥാർത്ഥ്യം എന്നത് മറ്റൊരു കാര്യം. അത് പോട്ടെ, അത് നമ്മൾ വിട്ടു. പക്ഷെ സാർ അത് പ്രചരിപ്പിച്ചോ എന്നാ പറഞ്ഞത്. സോറി, തെറ്റായിപ്പോയി. സാർ അത് പ്രചരിപ്പിച്ചോ? താങ്കളും താങ്കളുടെ മുന്നണി ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ല, ഇത് യാഥാർത്ഥ്യം വസ്തുത എങ്ങനെയാണ്? ഞങ്ങൾ പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അത് തന്നെ പ്രചരണം കൊടുക്കൂ കേരളത്തിലെ ജനങ്ങൾക്ക് എന്നാ പറഞ്ഞേ. എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ടോ? അല്ല, നിങ്ങൾ താങ്കളുടെ ഭാഗത്ത് തന്നെ താങ്കൾ ഞങ്ങൾക്കൊരു അവസരം തരുക. പൊതുജനങ്ങൾക്ക് പ്രതികരിക്കുവാണ് അവസരം തരുന്നത്. താങ്കൾ ഒരു പക്ഷത്ത് ചേർന്ന് ഞാൻ ഏതോ പക്ഷമായിക്കോട്ടെ, താങ്കൾക്ക് ചോദ്യം ചോദിച്ചാൽ നമ്മുടെ പൊതുവായ എത്രയോ കാലമായി വിളിക്കുന്ന ആളാണ്. പൊതുവേദിയുടെ വിഷയം, ഈ വിഷയത്തിൽ ആൻസർ പറയുക എന്നുള്ളതാണ്. അതിന് പകരം താങ്കൾ ദേശീയ രാഷ്ട്രീയവും മറ്റു രാഷ്ട്രീയവും താങ്കൾ ഈ വിഷയം തന്നെ എത്രയോ തവണ ഇവിടെ മറ്റു വിഷയങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്തിരിക്കുന്നു. അന്നെല്ലാം ഞാൻ മറുപടി നൽകിയിട്ടുണ്ട്. പിന്നെയും ഒരേ സാധനം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ഇടപെടാതിരിക്കാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നത് പ്രതികരിക്കാനുള്ള അവസരമല്ലേ? ഞങ്ങൾ പ്രതികരിക്കാനുള്ള അവസരത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിനാണ് പ്രതികരണം വേണ്ടതല്ല, മറ്റു കാര്യങ്ങൾക്കല്ല. ചോദ്യത്തിൽ പറയാൻ സാർ അനുവദിച്ചിട്ട് വേണ്ടേ? താങ്കൾ പറഞ്ഞോളൂ. ഞങ്ങൾ ഈ പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ പല പരിഹാസങ്ങൾ ഏറ്റുവാണി ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സീറ്റ് ഇന്നും കേരളത്തിൽ നിർത്താൻ ഒരു കേൾപ്പില്ല. അതങ്ങ് സമ്മതിച്ചു തന്നാൽ ഓക്കെ അല്ലേ? പക്ഷെ താങ്കളാ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന മറ്റേ അവർ മുന്നണിയായി അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു, അതൊക്കെ കേരളത്തിന്റെ ജനങ്ങൾക്ക് തിരിച്ചറിയാമെങ്കിൽ ഇതും കൂടി തിരിച്ചറിയാമെന്നുള്ളൊരു ചെറിയ ധാരണ താങ്കൾക്ക് വേണം. താങ്കൾ ഏകപക്ഷീയമായി അപ്പൊ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയാൻ 10% സ്ഥലങ്ങൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ BJP കഴിയുന്നില്ല എന്നുള്ളത് അതല്ല. താങ്കൾ അങ്ങനെ തന്നെ സമർത്ഥിച്ചോന്നേ. അല്ല പിന്നെ എന്താണെങ്കിൽ അതിന് റീസൺ പറയൂ. തന്ത്രപരമായി മാറ്റി നിർത്തിയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സംഘടനാപരമായിട്ട് അവിടെ ശക്തി ഉണ്ടാവില്ല എന്നാണ് പറയാൻ. ഞങ്ങൾക്ക് അതിന് മാനക്കെടുന്നില്ല. അത് പറഞ്ഞാൽ മതിയല്ലോ. ആദ്യം ഇതൊക്കെ താണ്ടി വന്നതല്ലേ? ഞങ്ങൾ ഈ പരിഹാസങ്ങൾ താണ്ടി വന്നതല്ലേ? മനസ്സിലായോ? ഓക്കെ, ശ്രീ ബാലകൃഷ്ണന്റെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജേഷാണ് എറണാകുളത്ത് നിന്നും. ശ്രീ രാജേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം പിടിക്കുമെന്നൊക്കെ പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി, കേരളത്തിൽ നിർണായകമായ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് BJP. പക്ഷേ ആ BJPക്ക് ഇപ്പോഴും അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ, ഇപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ 2-3% സ്ഥലത്തൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാതെ പോകുന്ന പല കാരണത്താൽ ആവാം. പക്ഷേ ഇത് 10%-ഓളം സ്ഥലം 2440 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ദൗർബല്യത്തെയല്ലേ സൂചിപ്പിക്കുന്നത്? രജീഷ് പറഞ്ഞോളൂ. ഹലോ സാറേ, എന്റെ പേര് രതീഷ് എന്നാണ്. രജീഷ്, ഞാൻ കേട്ടത് തെറ്റിയാണ്. രജീഷ് പറഞ്ഞോളൂ. ഇടയ്ക്ക് വിളിച്ചാൽ കിട്ടാറുണ്ട്. പെട്ടമല മുടക്കുഴയാണ്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. രതീഷ് എന്നാണ് പേര്. ശരി രജീഷ്, പറയൂ. അപ്പൊ ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് അയോധ്യയില് രാമക്ഷേത്രത്തില്
കുടി ഉയർന്ന ദിവസമാണ്. അത് ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പായിരുന്നു എന്നെ പോലുള്ള വിശ്വാസികൾക്ക്. ഇനി ഇപ്പൊ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കേരള BJP നേതൃത്വം അമ്പേ പരാജയം തന്നെയാണ്. കാരണം BJPക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എവിടെ കുത്തും? ഒരു 5 പേരുണ്ടെങ്കിൽ അവർക്കും കുത്താൻ ഇടം വേണമല്ലോ. അപ്പൊ അവരെയൊക്കെ കണ്ടെത്തിയ ഒരു സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിർത്തേണ്ടത് BJPയുടെ പ്രാദേശികപരമായ നേതൃത്വങ്ങളുടെ കടമയായിരുന്നു. അതായിരുന്നു വേരുകൾ. അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകാൻ BJP സ്റ്റേറ്റ് തലത്തിലുള്ള നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് നല്ലൊരു ഉദാഹരണമാണ്. മാത്രവുമല്ല, ന്യൂനപക്ഷ പ്രീണനമാണ് കേരളത്തിലെ BJP നടത്തുന്നത്. ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിന് കിട്ടേണ്ടതായ കാര്യങ്ങളെ കുറിച്ചൊന്നും മിണ്ടാൻ കൽപ്പില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല. അതൊക്കെ തന്നെയാണ് BJPയുടെ അപജയത്തിന് കാരണവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രജീഷ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്ന് തോന്നുന്നു ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള സ്ഥലമാണ്. കേരളത്തിലൊരു കോർപ്പറേഷൻ അവർ ഭരണം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണവുമൊക്കെയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ആ തിരുവനന്തപുരം ജില്ലയിൽ പോലും 50 ഇടങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥികളില്ല. മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അവരുടെ ദൗർബല്യമുള്ള സ്ഥലങ്ങളാണെന്ന് പറയാം. പക്ഷേ തിരുവനന്തപുരം ജില്ല അങ്ങനെ BJPക്ക് ഒരു ദൗർബല്യമുള്ള സ്ഥലമല്ലല്ലോ. അവിടെ പോലും എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാവും? നമസ്കാരം സാർ. സാർ പിന്നെ സാർ പറഞ്ഞോളൂ. ഹലോ, പറയൂ. സൂചന തുടങ്ങി 10-25 വരെ ഇടതുവശത്ത് സ്ഥാനാർത്ഥികൾ ജയിച്ചു. പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന ചാലയാണ്, കോർപ്പറേഷൻ വാർഡാണ്. അവിടെ ഈ കോൺഗ്രസ് BJP കൂടെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. പിന്നെ ഈ കോൺഗ്രസ് കംപ്ലീറ്റ് BJPക്കാണ് കൊണ്ട് വോട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചാല വാർഡ് ശ്രീ മഹി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. താങ്കളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഉത്തരം അത് BJP ഒന്നും കേരളത്തിൽ ഒരു അവസരമില്ല. ഇടതുവശത്തിന് കോൺഗ്രസ് അതേപോലെ ഇവിടെ കോൺഗ്രസ് BJP സപ്പോർട്ട്. ശരി, ഓക്കെ. താങ്കൾ അതിൽ നിന്ന് വിട്ടുപോവുകയാണ് ശ്രീ മഹി. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകണം. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം? BJP പോലെ ഒരു പാർട്ടിക്ക് കേരളത്തിൽ 10%-ലേറെ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആ പാർട്ടിയുടെ കേരളത്തിലെ സംഘടനാ ശരീരത്തിന്റെ ദൗർബല്യം തന്നെയല്ലേ അത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. കിരൺ സാറേ, ഞങ്ങളിവിടെ തൊട്ടടുത്തൊന്നും ഒരു BJP സ്ഥാനാർത്ഥി ഇവിടെ ഇതുവരെ നിന്നിട്ടില്ല. ആ സമയമൊക്കെ കഴിയണ വരെ കൊടുക്കുന്നൊക്കെ കരുതി ഇവിടെ ഈ തൊട്ടടുത്ത് വരെ 5-8 വാർഡിൽ BJP സ്ഥാനാർത്ഥി വന്നിട്ടില്ല. അപ്പൊ ഇത് എന്താണ് എന്നുള്ള വിവരമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ മഞ്ചേരിയിലാണോ അത്? മഞ്ചേരിയിൽ ഇവിടെ തൊട്ടടുത്ത് 2-4 സ്ഥലത്ത് BJP സ്ഥാനാർത്ഥി ഒരു 4-5-6 സ്ഥലത്ത് ഞാൻ അറിഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പൊ അതിൽ എന്തോ ഒരു വലിയ പന്തികേടുണ്ട്. അത് നമ്മളെ മരിച്ചുപോയ ലീഡർ ഉണ്ടായിരുന്ന കാലത്ത് നിയമസഭയ്ക്ക് 55% BJP 55% നിയോജക മണ്ഡലത്തിലേക്ക് അവരെ സഹായം ആവശ്യപ്പെട്ടിരുന്നു. അതേപോലെ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ UDFനെ സഹായിക്കാനാണോ ഇവർ ചെയ്യുന്നത് എന്നുള്ളത് എന്റെ മനസ്സിൽ തോന്നുകയാണ്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് പറയാൻ പറ്റൂല. അതല്ലെങ്കിൽ ഇവിടെയൊക്കെ ഓരോ സ്ഥാനാർത്ഥിനെ നിർത്തിയിരുന്നു. അത് ഓരോറ്റ സ്ഥാനാർത്ഥി ഇവിടെ അടുത്തൊന്നുമില്ല. ഈ മഞ്ചേരി ഭാഗത്തൊന്നും ഇപ്പോൾ അവിടെ കേൾക്കല്ല, എവിടെയും കേൾക്കണില്ല. അപ്പൊ അതിലെന്തോ ഒരു നിഗൂഢത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കിരൺ സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്നും. ശ്രീമതി ജയാണ് കൊല്ലത്തു നിന്നും. ശ്രീമതി ജയ, കേരളത്തിൽ പിടിക്കും എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ, അത് എന്താവും അങ്ങനെ? നമസ്കാരം കിരണേ. നമസ്കാരമുണ്ട്. മനു അവിടെ? മനു ഒരാഴ്ച ലീവിലാണ്. മനു എത്തും അടുത്ത ആഴ്ച. ഒരാഴ്ച കഴിഞ്ഞല്ലേ ഇപ്പം? കഴിഞ്ഞു. മനു വീട്ടിലെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി നിൽക്കേണ്ടി വന്നു. അസുഖമൊന്നും അല്ലല്ലോ? ഇല്ല, അസുഖമൊന്നുമില്ല. ഓക്കെ. ഇതിനെ പറ്റി പറയാം. അവർക്ക് സ്ഥാനാർത്ഥി ദാരിദ്ര്യമൊന്നും അല്ല, അവര് തള്ളുക. അവർക്ക് സ്ഥാനാർത്ഥി ദാരിദ്ര്യം ഇല്ലെന്നും അവരിപ്പം തിരുവനന്തപുരം അങ്ങ് പിടിക്കുമെന്നും പിന്നെ വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളും അവർ പിടിച്ചു കഴിഞ്ഞ് അത് തള്ളലാണ്. അത് നമ്മൾ അത് കേട്ട വാരി കേൾക്കാത്ത വാരി ഞാൻ കളഞ്ഞേര്. അല്ലാതെ അതിനകത്തൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഇവര് കിടന്ന് തള്ളുന്നത് അവർക്കത് കിട്ടാത്ത മുന്തിരി പുളിക്കും. അതുകൊണ്ടാണ് അങ്ങനൊക്കെ പറയുന്നത് കിരണേ. അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. അവർക്ക് ദാരിദ്ര്യമൊന്നും ഉണ്ടായിട്ടല്ല, അവർ നിന്നാൽ ജയിക്കത്തില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളൂരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഒരു വാർഡിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്.
സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവിടെ വിജയിക്കുകയോ വിജയിക്കില്ലോ എന്നുള്ള ചോദ്യത്തിന് തന്നെ അവിടെ അർത്ഥമില്ല. അങ്ങനെ BJP കേരളം പിടിക്കുമെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ലക്ഷ്യമിടുന്ന ഒരു പാർട്ടിക്ക് 10%-ലേറെ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായ വീഴ്ച തന്നെയല്ലേ അവരുടെ? വീഴ്ച എന്ന് പറയാൻ പറ്റില്ല. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെ ചുരുക്കം പോക്കറ്റ്സ് ഉണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭന്റെ ഒക്കെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? വളർന്ന് കേരളത്തിൽ 2-3 പ്രാവശ്യം അധികാരം പിടിച്ചു. അതിന് കേരളത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ ഇപ്പൊ ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട്. ഞാൻ മുമ്പൊന്നും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കണ്ടിട്ടില്ല ഇങ്ങനെ വരുന്നത്. ഒരു പെൺകുട്ടിയാണ്, ഇത് വനിതാ പാർട്ടാണ്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തു. കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കോൺഫിഡൻസിൽ എടുക്കണം, ശരിക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം, അവർക്ക് യാതൊരു ഭീഷണിയില്ല, അവർക്കുള്ളതായിട്ടുള്ള അങ്ങനെയൊക്കെ അവരുടെ വർക്ക് തീരെ പോരാ. പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിലെ തന്നെ ഇൻഡിസിപ്ലിൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു കേഡർ ടൈപ്പ് വർക്കൊന്നുമില്ല. തമ്മിക്കളന്ന് തല്ലുപിടിക്കണതില്ലേ മറ്റെന്താണ് പാലക്കാട്ട്, അതുപോലെ തിരുവനന്തപുരത്തും ചില ഫിനാൻഷ്യൽ സാമ്പത്തിക അലിഗേഷനുകൾ. അപ്പൊ ഇതൊക്കെ പിന്നൊന്നാമത് സഖ്യകക്ഷികളെയൊന്നും കൂടെ നിർത്താൻ പറ്റുന്നില്ല. സഖ്യകക്ഷികൾ എന്ന് പറഞ്ഞപ്പോ BDJS എന്നൊന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല വലിയൊരു കേമുള്ള സംഗതിയൊക്കെയാണെന്ന്. അതുകൊണ്ട് കോർപ്പറേഷൻ ലെവൽ നോക്കണ്ട. കോർപ്പറേഷൻ ലെവലിൽ എന്ന് പറഞ്ഞാൽ വ്യക്തികളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, പാർട്ടി നോക്കാറില്ല. അപ്പൊ ഞാൻ തന്നെ എൻ്റെ ഒരു കാർന്നവരെ പോലുള്ള ഒരു ചങ്ങാതി ഉണ്ട്, എനിക്ക് കോൺഗ്രസിനെ കുറിച്ച് ഒരു അഭിപ്രായം ഇല്ലാത്തൊരു പാർട്ടി ഇന്ത്യ നശിപ്പിച്ചവരാണ്. പക്ഷെ അങ്ങോട്ട് ആ കാർന്നവർ ഇവിടെ കുറക്കാലം ഉണ്ടായിരുന്നുകൊണ്ട് ആ പഴയ കാലത്തെ പരിചയം ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ അറിയുന്നതുകൊണ്ട് അങ്ങോട്ടൊക്കെ വോട്ട് കൊടുക്കും. അങ്ങനെ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ബാത്റൂമിൽ തന്നെ മരിച്ചുപോയി. അതുപോലെ ഇപ്പൊ കോർപ്പറേഷനിലെ ഈ രംഗം നോക്കണ്ട, അസംബ്ലിയിലേക്കും ഇവിടേക്കും ഒക്കെ അവർ സ്ട്രോങ് ആയിട്ട് വരും എന്ന് തന്നെയാണ് എന്റെ തോന്നൽ. കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രാസ് റൂട്ട് ലെവലില് ആൾക്കാരുമായിട്ടുള്ള ഇതുകൾ അവർക്ക് ശരിക്കും വർക്കിംഗ് പോരാ അവരുടെ. അതാണ് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നത് കേരളത്തില്. ശരി, തങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷ് കുമാറാണ് പാലക്കാട് നിന്നും. ശ്രീ സന്തോഷ് കുമാർ, പാലക്കാടൊക്കെ BJPയുടെ ശക്തി കേന്ദ്രമായല്ലോ, പാലക്കാട് ജില്ലയിലടക്കം. പക്ഷേ ചില സ്ഥലങ്ങളിൽ അവിടെ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പാലക്കാട് ജില്ലയിലെ പുതുനഗരം എന്ന് പറയുന്ന പഞ്ചായത്തിൽ നിങ്ങളുടെ ചാനലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതുനഗരത്ത് BJPക്ക് സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 13 വാർഡുണ്ടായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ BJP 8 വാർഡിലാണ് മത്സരിച്ചത്. പക്ഷെ ഇപ്രാവശ്യം 15 വാർഡുള്ള 15 വാർഡുള്ള പുതുനഗരത്ത് 11 വാർഡുകളിൽ BJP മത്സരിക്കുന്നുണ്ട്. ഏകദേശം 8-ൽ നിന്ന് 11-ലേക്ക് കൂടുകയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. പല പഞ്ചായത്തുകളിലും ഇവിടെ പുതുനഗരം പഞ്ചായത്ത് തന്നെ CPM 7 വാർഡുകളിൽ മാത്രമാണ് 15-ൽ മത്സരിക്കുന്നത്. കോൺഗ്രസ് അതുപോലെ 7 വാർഡുകളിലാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണെങ്കിൽ തന്നെ അവിടെ വലിയ രീതിയിലുള്ള വിമത ശല്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ BJP കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയിട്ടുള്ള വാർഡുകളേക്കാൾ കൂടുതൽ വാർഡുകളിൽ നിർത്തിയിട്ടും ഇത്തരത്തിലുള്ളൊരു വർത്തമാനങ്ങൾ ശരിയല്ല എന്നുള്ളൊരു മനോഭാവമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ തവണ BJPയുടെ അവകാശവാദമാണ് ഇതെല്ലാം 77% സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 89.5% സ്ഥലത്താണ് എന്ന് പറയുന്നു. BJP തന്നെ പറയുന്ന കണക്കനുസരിച്ച് 2440 വാർഡുകളിലോ അല്ലെങ്കിൽ ഡിവിഷനുകളിലോ സ്ഥാനാർത്ഥികൾ BJPക്ക് ഇല്ല എന്ന് പറഞ്ഞ് BJPയുടെ ഔദ്യോഗിക കണക്കാണ്. മറ്റു പാർട്ടികളുടെ കണക്കനുസരിച്ച് അത് 5000-ഓളമാണ്. നമുക്ക് കൃത്യമായ കണക്ക് പറയാൻ കഴിയില്ല. BJP തന്നെ പറയുന്നത് ഏകദേശം 1000-ഓളം ആളുകൾ, 900 ഇഷ്ടം ആളുകൾ സ്വതന്ത്രന്മാരെ BJP പിന്തുണയ്ക്കുന്നു. ഈ സ്വതന്ത്രന്മാരെ പിന്തുണയ്ക്കുന്നതിന് കണക്കൊന്നും കൃത്യമായി എല്ലാ വാർഡുകളിൽ നിന്നും എടുത്ത് അത് എങ്ങനെയാണ് എണ്ണം ഒരു കൃത്യം പറയാൻ പറ്റില്ല. BJPയുടെ കണക്ക് വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ 2440 സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് BJPയെ പോലെ പാർട്ടിക്ക് നാണക്കേടല്ലേ? അത് പറയുന്നത് അവരുടെയാണോ കുഴപ്പക്കാർ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ 11 വാർഡുകൾ 15 അത് അവിടെ നിൽക്കട്ടെ. അത് ചില സ്ഥലങ്ങളിൽ കൂടിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനല്ലേ എൻ്റെ അർത്ഥം. സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സ്വതന്ത്രരെ പിന്തുണച്ചു. സന്തോഷ്, BJP തന്നെ പറഞ്ഞ ഔദ്യോഗിക കണക്കാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. 2440 സ്ഥലത്ത് BJPയെയോ NDAയുടെ ഏതെങ്കിലും ഘടകകക്ഷിയോ അല്ലെങ്കിൽ സ്വതന്ത്രരെയോ ഒന്നും പിന്തുണയ്ക്കുന്നില്ല. ആരും സ്ഥാനാർത്ഥികളില്ല. ആ സ്ഥലങ്ങളിൽ BJPക്കാരുണ്ടെങ്കിൽ അവർ മറ്റാർക്കെങ്കിലും വോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അവസ്ഥ, അത്ര ദുർബലമായ ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി മാറിയോ? അങ്ങനെ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. അവിടെ BJPയും NDAയ്ക്കും പുറമെ പൊതുസമ്മതരായിട്ടുള്ള ആളുകളുള്ള സ്ഥലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ സന്തോഷം അങ്ങനെയും ഇല്ലാത്ത 2440 എണ്ണം ഉണ്ടെന്നാണ് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞത്. ഞങ്ങൾ പറയുന്ന കണക്കല്ല. എന്നിട്ട് താങ്കൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും?
തീർത്തും വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ എല്ലാവരെയും നിർത്തിയിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ പറയാം, അതൊരു ന്യായമായ സാധനമാണ്. വിജയസാധ്യതയുള്ള ഇപ്രാവശ്യം സ്ഥലങ്ങളിലാണ് വലിയൊരു നിർത്തിയത്. മാറ്റങ്ങൾ പാലക്കാട് ജില്ലയിലും കേരളത്തിലും വലിയ മാറ്റങ്ങൾ BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടാകും. നിങ്ങൾ ഇത് തിരുത്തി പറയേണ്ട ഒരു സാഹചര്യം. ഞാനെന്തിനാ തിരുത്തി പറയാം? സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിന് BJPക്ക് അനുകൂലമായ മാറ്റം ഉണ്ടാകുമെന്നോ ഇല്ലെന്നോ അല്ലോ ഞാൻ പറഞ്ഞ സന്തോഷം. അല്ല, അല്ല സന്തോഷം, അത് പറയൂ. ഞാൻ BJP തോറ്റു പോകുന്നോ ജയിക്കുമെന്നോ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ളതാണ്. ഞാൻ പിന്നെ എന്തിനാണ് തിരുത്തേണ്ടത്? ഞാൻ തിരുത്തേണ്ട എന്ത് കാര്യമാണ്? തെറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നെല്ലിയാമ്പതിയിലടക്കം കോൺഗ്രസിന്റെ സന്തോഷം, ഈ നെല്ലിയാമ്പതിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞ കാര്യത്തിലേക്ക് നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്താണ്? നെല്ലിയാമ്പതി പഞ്ചായത്തിലടക്കം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളില്ല ചില വാർഡുകളിൽ. കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിന്റെ എണ്ണം വളരെ കുറവാണ്. അത് ഓരോ ജില്ല തിരിച്ചു നോക്കുമ്പോൾ അത് വളരെ വളരെ കുറവാണ്. അത് 1-2 സീറ്റുകളിലോ അല്ലെങ്കിൽ 2-3 സീറ്റുകളിലൊക്കെ പല സ്ഥലത്തും സ്ഥാനാർത്ഥികളില്ലാതെ വരും. ചിലപ്പോൾ അവർ കൊടുത്ത നോമിനേഷൻ തള്ളിപ്പോകുക, അങ്ങനെ പല കാരണങ്ങളില്ലാതോ. അല്ലാതെ BJPയെ പോലെ 10%-ലേറെ 10.5% സ്ഥലത്ത് സ്ഥാനാർത്ഥികളില്ലാത്തൊരവസ്ഥ കോൺഗ്രസിനില്ല. കുറെ അധികം MLA-മാരുള്ള കോൺഗ്രസും അധികം MLA-മാരുള്ള മാർക്സിസ്റ്റ് പാർട്ടിയും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വീഴ്ചകൾ അവർക്കുണ്ട്. നിങ്ങൾ അതൊന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഇത് ഗൗതം അല്ല ശ്രീ സന്തോഷ് കുമാർ, അതെങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഒരു വലിയ പാർട്ടി എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് സ്ഥാനാർത്ഥികൾ നിങ്ങളുമായി താരതമ്യപ്പെടുത്താൻ 2440 സ്ഥലത്ത് BJPക്ക് ഇല്ലെങ്കിൽ ഒരു 1000 എടുത്തോ 500 എടുത്തോ എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. 5-10 എടുത്ത് അല്ലെങ്കിൽ ഒരു 50 എടുത്തുള്ളവരെയും ഇതുമായിട്ട് അങ്ങനെ താരതമ്യം ചെയ്യാൻ കഴിയുമോ? അതില് കിഷോർജി, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് മറ്റ് പല ഇതുവരെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയില്ല. സന്തോഷ് അത് ആ അർത്ഥത്തിൽ എടുക്കുന്നില്ല. സന്തോഷിന്റെ ഒരു പാർട്ടി ഇതിൽ തന്നെ നിന്നുകൊണ്ടെടുക്കുകയാണ്. യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി കണ്ടു തന്നെ സംസാരിക്കൂ ശ്രീ സന്തോഷ്. ശരി, നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ കമാൻഡർ മാത്യു ആണ് മുംബൈയിൽ നിന്ന്. ശ്രീ മാത്യു, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ BJPയെ പോലെ ഒരു പാർട്ടിക്ക് 10% സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കിരൺ, നമസ്കാരം. നമസ്കാരം. ഞാൻ വളരെ ചുരുക്കി അവസാനിപ്പിക്കാം. ഒന്ന്, കേരളത്തിലെ സ്റ്റേറ്റ് പ്രസിഡന്റ് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ അങ്ങേ അറ്റത്തെ അപ്രമാണിത്വമാണ് ഈ സംഭവത്തിനെല്ലാം കാരണം. കാര്യം മര്യാദയ്ക്ക് നമ്മുടെ സുരേന്ദ്രൻ ഈ പ്രസ്താവന നടത്തിക്കൊണ്ടിരുന്നതാ. ഇദ്ദേഹം കയറി വന്നു, ഇതിങ്ങ് കുളമാക്കി. കൂട്ടത്തില് എന്ത് പറ്റി? ഈ 2004 ഒരു സ്ഥാനാർത്ഥികൾ ഇല്ലെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? നമ്മൾ എന്ത് ചിരിക്കണ്ടേ? എന്താ എനിക്ക് കിരൺ എന്താ ചിരിക്കാത്തത്? കാര്യം ഇവർ ഈ പാർട്ടി കേരളത്തിൽ അധികാരം പിടിക്കാൻ വരുക. ആരെ കൊണ്ടാ? കുറെ ബ്യൂറോക്രാറ്റ്സിനെ കൊണ്ട് അധികാരം പിടിക്കാൻ പോവുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ IPS ഓഫീസർ, എനിക്കറിയില്ല ആ പുള്ളിക്കാരെ എന്തിനാ പിടിച്ചിറക്കിയെന്ന്. ആ പുള്ളിക്കാരി തോറ്റിട്ട് ഇനി എന്താവുന്നത് എന്റെ സ്ഥിതി? അടുത്ത 11-ാം തീയതി ഞാനും കിരണും ഇത് തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. ഒന്ന് ചിന്തിച്ചു നോക്കിയ കിരൺ. പിന്നെ ഒരു സ്പോർട്സ് താരം പത്മിനിയാണെന്ന് എനിക്ക് തോന്നുന്നു, മാഡം പത്മിനിയാന്ന് തോന്നുന്നു, സോറി എക്സ്ക്യൂസ് മൈ നെയിം, മാഡം പത്മിനി. ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെ ഇവിടെ വന്ന ആരാ ഇവർക്ക് വോട്ട് ചെയ്യുന്നത്? ജനങ്ങളുമായിട്ട് സംവേദിക്കാനും ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവരെ നിർത്തണം BJP. പത്തനംതിട്ട ജില്ല ഇവരെ ഇഷ്യൂ വലിയ ജില്ലയല്ലേ? അവിടെ എത്ര സ്ഥലത്ത് സ്ഥാനാർത്ഥികളില്ല പത്തനംതിട്ട ജില്ലയില്? മലപ്പുറത്ത് ആ ഭാഗത്തില്ല. പിന്നെ ഇവരെ കൈക്കാരെ BDJS എന്ന് പറഞ്ഞ പാർട്ടി, അവർക്ക് എത്ര സ്ഥലത്ത് സ്ഥാനാർത്ഥികളില്ല? ഇവര് തോറ്റ് തുന്നം പാടുന്ന മാത്രമല്ല, അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഒരു സീറ്റ് പോലും ഇവർ മേടിക്കാൻ പോകുന്നില്ല. BJP എന്ന് പറയുന്ന പാർട്ടി ഇവർ തനി വർഗീയ കാർഡ് ഇറക്കുക. വർഗീയത മാത്രമേ ഇവർക്കുള്ളൂ. ഇവർ വർഗീയ കാർഡ്, ഇവർക്ക് ഒറ്റ മാർഗമുള്ളൂ. ഇപ്പം UDFന് വോട്ട് ചെയ്യുക, സാധിക്കുമെങ്കിൽ UDFന് വോട്ട് ചെയ്യുക. അതാണ് ഇവർ ചെയ്യേണ്ടത്. അവർക്ക് UDF നോട്ട് ചെയ്യണോ LDF നോട്ട് ചെയ്യണോ എന്നൊക്കെ അവരുടെ നിലപാടല്ലേ ശ്രീ? എനിക്ക് പറഞ്ഞൂടെ കോൺഗ്രസ്സുകാരനായ താങ്കൾക്ക് അങ്ങനെ പറയാം, അതിൽ യാതൊരു കുഴപ്പമില്ല. എനിക്ക് പറയാം. കാര്യം CPM-ന് വോട്ട് കൊടുക്കുന്നതിനേക്കാളും ഭേദമാണ് എന്റെ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്നത്. ശരി, ഓക്കെ, അത് സ്വാഭാവികമായും പറയാം, അല്ലെ? അതൊരു തെറ്റുമില്ല. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ 77% ഉണ്ടായിരുന്നു, ഇത്തവണ 89-ലേക്ക് വളർന്നു എന്ന് പറയുമ്പോൾ അത് ആ പാർട്ടിയെ സംബന്ധിച്ച് വളർച്ച തന്നെയാണ്. പക്ഷേ കേരളത്തിൽ BJPയുടെ ഒരു അവകാശവാദവും പ്രവർത്തനവും ഒക്കെ നോക്കുമ്പോൾ അവർക്ക് എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കഴിയേണ്ടതാണ്, പക്ഷേ കഴിയുന്നില്ല. ഞാൻ ഈ തൊട്ട് മുന്തി വിളിച്ചൊരു ചേട്ടനൊരു മറുപടി കൊടുത്തോട്ടെ. ആരൊക്കെയാണ് അപ്പൊ ബന്ധമാണെന്ന് മനസ്സിലായല്ലോ. അത് അവരുടെ പാർട്ടിക്ക് വോട്ട് ചോദിച്ചെന്ന് വരുന്നത് അത് ബന്ധം ആവുമോ ഗൗതം? അല്ല, BJP എന്ന് പറയുന്നല്ലോ, അതേപോലെ ആർക്ക് വോട്ട് ഇവര് ഒരു പാർട്ടി അവരുടെ മറ്റൊരു CPM-ന് കൊടുക്കേണ്ട കോൺഗ്രസിന് നൽകിയാൽ മതിയെന്ന് പറയുന്നത് ഒരു തെറ്റാണ്. അത് CPM-നും അങ്ങനെ പറഞ്ഞുകൂടെ? അല്ല, അതൊരു തെറ്റൊന്നും അല്ലല്ലോ. എന്താ
അതൊരു ബന്ധത്തിന് തെളിവും തെറ്റുമൊന്നും അല്ലല്ലോ. ബന്ധത്തിന് തെളിവൊന്നും അല്ലല്ലോ. ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരാൾ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയല്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരൂ എന്ന് പറയുന്ന അതൊരു ബന്ധത്തിന് തെളിവൊന്നും അല്ലല്ലോ. താങ്കൾ ഇതിനെക്കുറിച്ച് പറയും. ബന്ധമായതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കാത്തത്. അല്ല, അത് വേണമെങ്കിൽ താങ്കൾക്ക് പറയാം. മറ്റേത് പറയുന്നത് അതിനകത്ത് ലോജിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോളൂ. ഈ പാർട്ടി BJP പാർട്ടിയാണല്ലോ കേരളം പിടിക്കുമെന്ന് പറഞ്ഞത്. ആദ്യം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു മെമ്പറെ നിർത്തിച്ചിട്ട് ജയിപ്പിക്കാൻ നോക്ക്, എന്നിട്ട് കേരളം പിടിക്കാൻ വാ. അതൊക്കെ അവർക്ക് പഞ്ചായത്തുകൾ തന്നെ ഭരണത്തിലുണ്ട്. അവരുടെ നഗരസഭയും പഞ്ചായത്തും ഒക്കെ BJP ഭരിക്കുന്നുണ്ട്. അല്ല, ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തിക്കാൻ വാ, എന്നിട്ട് ഇത് പിടിക്കാൻ വാ. ഗൗതം, എല്ലായിടത്തും സ്ഥാനാർത്ഥികൾ ഇല്ല എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വിഷയം. അല്ലാതെ അവർക്ക് ശക്തി കേന്ദ്രങ്ങളിൽ അധികാരമുള്ള പഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ തുടർച്ചയായി ഭരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ BJP കൊണ്ട് ഇപ്പോഴും. അല്ലാതെ അത് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. സ്ഥാനാർത്ഥി ഇല്ലാത്തത് അതാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതെ, ഗതികേട്. ശരി ഗൗതം. ശ്രീ സന്ദീപാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ സന്ദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഇങ്ങനെ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ BJPക്ക് ഉണ്ടാവുന്നത്? ശ്രീ രമേശനാണ് കോഴിക്കോട് നിന്നും. ശ്രീ രമേശൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാർ, സ്ഥാനാർത്ഥികൾ ഇല്ലെന്ന് അറിയാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. കോഴിക്കോട് 99% സ്ഥാനാർത്ഥിയിൽ എത്തിക്കഴിഞ്ഞു. കേരളത്തിലാകെ 2440 ഇടങ്ങളിൽ BJPക്കോ NDAക്കോ സ്ഥാനാർത്ഥികളില്ല, അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രന്മാരോ ഇല്ലാത്ത സ്ഥലങ്ങളുള്ളത് 2500. BJPയുടെ കണക്കാണ്, നമ്മളുടെ കണക്കല്ല. BJP വളർന്നു വരുന്നല്ലോ, കേരളത്തിലെ വളർന്നു വരുന്നില്ലല്ലോ. ഇനി വരുന്ന കാലത്ത് ഇങ്ങനെ ആയിക്കോളൂ. വളർന്നു വരുന്ന പാർട്ടിയാണ് മറ്റേ BJP. കോഴിക്കോട് ഫുള്ള് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന കോഴിക്കോട് അത്രയും വലിയ അഴിമതികളാ. അത്രയും വലിയ അഴിമതിയാ. ഞങ്ങളിപ്പോ വോട്ട് ചെയ്യുന്ന ആർക്കാ വെച്ചാൽ BJPക്ക് തന്നെ. ഞാൻ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഞങ്ങൾ ഇപ്പൊ അവിടുന്ന് മാറി ഞാനിപ്പോ BJPയിലേക്ക് വന്നു. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഗതികെട്ടി നാറിപ്പോയി. കുടുംബമൊക്കെ അത്രയും ഒരു ദാരിദ്ര്യ അവസ്ഥയിലേക്കാണ് മാറിയത്. ഇപ്പോ എന്ത് പറ്റി ഇങ്ങനെ പെട്ടെന്ന് ദാരിദ്ര്യാവസ്ഥയിലേക്ക് കുടുംബം മാറാൻ? കേരളത്തിന്റെ സാമൂഹിക അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ ഇടയിൽ ഇല്ല പിണറായി പോയാൽ മാത്രമേ കേരളം നന്നാവുള്ളൂ. ഇനി അടുത്തൊരു ഭരണം പിണറായിക്ക് കിട്ടിയാൽ അത് കേരളം ഒന്ന് വിറ്റിട്ടേ പോവുള്ളൂ. റിയാസും പിണറായി തമ്മിലുള്ള കൂട്ടാണത്. അതെന്താണ് അങ്ങനെ കേരളം വിൽക്കുന്ന എന്തെങ്കിലും അഴിമതി ആരോപണം വല്ലതും ഉണ്ടായോ ശ്രീപതി? അവർക്ക് ഇനി ഒന്നും ഭരിക്കാൻ അറിയില്ല. അവർ തമിഴ്നാട് കർണാടക പോയിട്ട് പഠിച്ചു വരണം. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കണമെങ്കിൽ എവിടെ പോയി പഠിക്കണം? തമിഴ്നാട് കർണാടക പോയി പഠിച്ചു വരണം. ഭരിക്കാൻ അറിയില്ല. പ്രത്യേകിച്ച് പിണറായിക്ക് ഭരിക്കാറില്ല. അറിയാത്തതുകൊണ്ടാണോ ശ്രീ രമേശൻ പിണറായിയെ വീണ്ടും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരാൾക്ക് വീണ്ടും അവസരം നൽകിയത്? ഒഴിവാക്കണോ? റിയാസ് പോകണം, പിണറായി പോകണം, എന്നാലേ കേരളം നന്നാവുള്ളൂ. അല്ലാതെ വർഗീയത മാത്രമേ ഉണ്ടാവുള്ളൂ. രമേശന്റെ അഭിപ്രായം അങ്ങനെ. എന്തായാലും ഭരിക്കാൻ അറിയാമോ അറിയില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങൾ കഴിഞ്ഞ തവണ അവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് അവർക്ക് വീണ്ടും ഭരണം കൊടുത്തു. ഇത്തവണ അറിയാമോ അറിയത്തില്ലയോ മോശമാണെന്നല്ല എന്നൊക്കെ ജനങ്ങൾ തന്നെ തീരുമാനിക്കും. ശ്രീ രമേശൻ, നമുക്ക് ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപിലേക്ക് കടക്കും മുമ്പ് നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. യൂട്യൂബ് കമൻറ്റിൽ അതുപോലെ തന്നെ ആദ്യം ഷിജു കിരിയത്ത് തന്നെയാണ്. ഷിജു കിരിയത്ത്, നമസ്കാരം, കിരൺ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. റീസെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് മെയ്ഡ് ബൈ എസ് സുരേഷ് ഗേവ് എ സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് അപ്പോൺ ദിസ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ജയിക്കില്ല എന്നുറപ്പുള്ള പരീക്ഷ ആരെങ്കിലും എഴുതുമോ? ജയിക്കില്ല എന്നുറപ്പുള്ള വാർഡിൽ ആളെ നിർത്തി സമയം കളയണോ? ലീഗ് കോട്ടയിൽ BJP ആളെ നിർത്തിയാൽ ജയിക്കുമോ? ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് പെർസെൻറ്റേജ് നോക്കുക എന്ന് പറയുന്നു സുനിൽകുമാർ. അത് അങ്ങനെ ചിലപ്പോൾ ഒരു പാർട്ടിക്ക് തീരുമാനിക്കാം, ഞങ്ങളിവിടെ നിർത്തിയാൽ ഒരു കാരണവശാലും ജയിക്കാനേ സാധ്യതയില്ല. അങ്ങനെയുള്ള തരത്തിൽ തന്ത്രപരമായ നിലപാടൊക്കെ സ്വീകരിക്കാം, അവർക്ക് അവിടെ മത്സരിപ്പിക്കാതിരിക്കാം. അതിലൊന്നും തെറ്റില്ല. അതൊരു പല പാർട്ടികളും അങ്ങനെയൊക്കെ സ്വീകരിക്കുന്നതാണ്. പക്ഷേ ആ ന്യായത്തിന് പകരം മറ്റ് ന്യായങ്ങളൊക്കെ പറയുമ്പോഴാണ് പലപ്പോഴും ആളുകൾ സംശയം തോന്നുന്നത്. നമസ്കാരം, രാഹുൽ മാങ്കോട്ടിനെതിരെ പരാതി കിട്ടിയോ? ഇലക്ഷൻ വരെ രാഹുൽ വിഷയം ചർച്ച ചെയ്യണോ? അല്ലെങ്കിൽ നാണക്കേടാണ്? കോൺഗ്രസിൻ്റെയും BJPയുടെയും പുറകെ ഇലക്ഷൻ വരെയെങ്കിലും മാറാതെ നിൽക്കണമെന്ന് ജയകുമാർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇന്നലെ ചർച്ച ചെയ്തു, ഇന്നുകൂടി അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ബാലകൃഷ്ണൻ CM ആകണമെന്ന് സെബാസ്റ്റ്യൻ പറയുന്നുണ്ട്. ബാലകൃഷ്ണൻ വടകരയെ കുറിച്ചാണെന്ന് തോന്നുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത്. BJP നിർത്തിയില്ല എന്നേ ഉള്ളൂ, വിമതരെ കൊണ്ട് പൊറുതിമുട്ടുന്നല്ലോ. പാർട്ടിക്കറിയാം എവിടെ നിർത്തണമെന്ന്. അവനവൻ്റെ കണ്ണിലെ കരടെടുത്തിട്ട് പോരെ മറ്റുള്ളവൻ്റെ കണ്ണിലെ പൊടിയെടുക്കാൻ എന്നൊക്കെ സുനിൽകുമാർ ചോദിക്കുന്നു. ശ്രീ സുനിൽകുമാർ, കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ആളിനെ നിർത്താൻ LDFും UDFും സ്ഥാനാർത്ഥികൾ കേരളത്തിലെ 99% വാർഡുകളിലും ഡിവിഷനുകളിലും എല്ലാം ഉണ്ട്. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അവർക്ക് സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥികളില്ലാത്തത്. അതൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പല കാരണങ്ങളാൽ ചിലയിടത്തൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിപ്പിക്കാൻ കഴിയാതെ പോകും. പക്ഷേ ഇങ്ങനെ 10% സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കഴിയാതെ പോയ പ്രധാന പാർട്ടികളിലൊന്നും BJP ആണ്. മറ്റാരും അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഒരു മുന്നണിയുടെ സംവിധാനത്തിലല്ലാതെ കേരളം മുഴുവൻ മത്സരിക്കുമെന്ന് പറയുന്ന പാർട്ടികളൊന്നും, അല്ലെങ്കിൽ എല്ലായിടത്തും സാന്നിധ്യമുണ്ട് എന്ന് പറയുന്ന പാർട്ടികളൊന്നും വേറെ ഇല്ല. അതുകൊണ്ട് കണ്ണിലെ കരടും എന്ന് പറയേണ്ട കാര്യമില്ല, കരടും കോലുമൊക്കെ നിൽക്കുന്നത് ഒരു സ്ഥലത്താണ് ഇപ്പോൾ. അതുതന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. എല്ലാ സീറ്റിലും മത്സരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? തീരെ ജയസാധ്യതയില്ലാത്ത സീറ്റിൽ പരാജയപ്പെടണമെന്ന് നിർബന്ധമില്ലല്ലോ. നന്ദകുമാർ ശരിയാണ്, എല്ലാ സീറ്റിലും മത്സരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓരോ പാർട്ടിക്കും തീരുമാനിക്കാം. പാർട്ടിക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങൾ മത്സരിക്കാതിരിക്കാം. അത് എല്ലായിടത്തും മത്സരിച്ച് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. ചില സ്ഥലത്ത് മത്സരിക്കാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, അതിലൊന്നും ഒരു തെറ്റും അല്ല. അതിലൊന്നും ആരെയും കുറ്റം പറയേണ്ടതുമില്ല. അക്കാര്യത്തിലൊന്നും വ്യത്യസ്ത അഭിപ്രായമില്ല. എതിരാളികളെ ഭീഷണിപ്പെടുത്തി 14 LDF വിജയിച്ച കണ്ണൂരിനെ പറ്റി ചർച്ച ചെയ്യരുത് എന്ന് പറയുന്നു. സുൽകുമാറാണത് വീണ്ടും പറയുന്നത്. ഗൗതം പറയുന്നു, പാർട്ടിയാണോ കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത പാർട്ടിയാണോ കേരളം പിടിക്കുമെന്ന് ചോദിക്കുന്നത് ബാബു മൺകര 6164 മങ്കര മറ്റ് സംസ്ഥാനത്ത് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന പോലെ ഇവിടെ നടക്കില്ല. കാരണം BJPക്ക് പ്രാദേശിക തലത്തിലേക്ക് പ്രവർത്തിക്കാൻ ആളില്ല എന്നാണ് പ്രധാന കാരണം. കേപ്പബിലിറ്റി ഉള്ള ആളുകൾ കുറവാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അല്ല, ഒരുപാട് ആളുകളൊക്കെ ഉള്ള പാർട്ടി തന്നെയാണ് BJP, അതിലൊന്നും സംശയമില്ല. കിരൺ, എൻ്റെ പേരും ഇട്ട ഒരു YouTube ID വന്നിട്ടുണ്ട്, അത് ഞാനല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് ഗൗതം പറയുന്നു. അപ്പം എനിക്ക് ഈ പേര് നോക്കി വായിക്കാനല്ലാതെ ഇത് ആളുടെ ഐഡൻറ്റിറ്റി ഒന്നും കണ്ടെത്തണമെങ്കിൽ കുത്തിയിരുന്ന് ഒരുപാട് മെനക്കെടേണ്ടി വരും. ഓരോരുത്തരുടെ ഐഡൻറ്റിറ്റി നോക്കി അതൊക്കെ പ്രയാസമാണ്. അതോടൊപ്പം തന്നെ കുറേയേറെ കമൻറ്റുകളൊക്കെ ഉണ്ട്. ബീഹാറിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിച്ചത് കോൺഗ്രസും ഇടതും അല്ലേ എന്ന് പ്രമോദ് എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ സീറ്റ് മത്സരിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിച്ചത് RJD ആണ്. ബീഹാറിൽ തന്നെ ഒരു പാർട്ടി എന്നതിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് മത്സരിച്ചത് RJD ആണ്. NDAയുടെ ഭാഗമായി തുല്യം സീറ്റുകളിലാണ് മത്സരിച്ചത് JDUവും BJPയും. പിന്നെ താഴോട്ട്, ഒരു അഴിമതിയും പിണറായിക്കും കൂട്ടർക്കും അറിയത്തില്ല എന്ന് ജയകുമാർ പറയുന്നു. എന്തായാലും മറ്റു ചില ത്രിപുരയിൽ ഇടതും വലുതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പ്രബോധ് നാണുവാണ്. ശ്രീ പ്രദീപ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സംഭവം തന്നെ നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ ആളെ നിർത്തിയിട്ടില്ല പല ഭാഗത്തും. അവിടെ നിർത്തിയിട്ട് കാര്യമില്ല, അവിടെ ജയിക്കില്ല. കാരണം മുസ്ലിംസ് ഏരിയ പോകുന്ന സ്ഥലം. കാരണം അവിടെ ആളെ നിർത്താൻ പൈസയും പോവും, അങ്ങനെ കുറെ ആൾക്കാർ അധ്വാനം. ഇപ്പൊ ജയിക്കുന്ന പാർട്ടിയിലേക്ക് ആളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടു നടക്കുമല്ലോ നല്ലത്, കാശും പോവും. അതാണ് സംഭവം. അല്ലാണ്ട് ഇപ്പൊ മുസ്ലിം ലീഗ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നാൽ ജയിക്കും, 10 വോട്ട് കിട്ടില്ല. അവർ ആ ഭാഗത്തിൽ. പക്ഷേ അത് അവിടെ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ. മലപ്പുറത്തും കോട്ടയത്തുമാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ BJPക്കും NDAക്കും ആളില്ലാത്തത്. പക്ഷേ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വലിയ ശക്തി കേന്ദ്രമാണ്. ഏരിയ നോക്കുക, ഏരിയ ആ ഏരിയ ഭാഗത്തൊന്നും നോക്കുക എങ്ങനെയുള്ള ആൾക്കാരവിടെ ഉള്ളതെന്ന്. എവിടെയാണ് അവിടെ നിർത്തി ചുമ്മാ ആ ഏരിയ നോക്കി ഒരാളെ നിർത്തില്ലാത്ത. അങ്ങനെ ശക്തി കുറഞ്ഞ കേന്ദ്രങ്ങളിൽ ആളെ നിർത്താത്തതാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അതെനിക്കറിയില്ല. എന്തായാലും അങ്ങനെ BJP ഔദ്യോഗികമായി പറയുന്നില്ല. ഒരാളെ നിർത്തി മാത്രം പൈസ മുടക്കുണ്ട്, കുറെ ആൾക്കാർ അധ്വാനം ഉണ്ട്, അതൊക്കെ വെറുതെ അവിടെ കളയല്ലേ. ജയിക്കുന്ന പാർട്ടി കൊണ്ട് കിട്ടി കഴിഞ്ഞാൽ അതല്ല എന്റെ പ്രയോജനം. തോറ്റു പോയിന്നല്ലോ, ചീത്തപ്പേരുണ്ടാവണം. അതല്ലേ സംഭവം. എല്ലാവരും അങ്ങനെ തന്നെയാ. അതാണ് സംഭവം, വേറെ ഒന്നുമല്ല. എല്ലാവരും അങ്ങനെയല്ല. കേരളത്തിൽ LDF UDF എല്ലായിടത്തും മത്സരിക്കാൻ ആളുണ്ട്. അവർക്ക് അവരെല്ലാവരും ജയിച്ചാലും മത്സരിക്കുന്നുണ്ട്. ഒരിടത്തും ഒരിക്കലും ജയിക്കില്ല എന്ന് 100% ഉറപ്പുള്ള സ്ഥലങ്ങളടക്കം LDF ആയാലും UDF ആയാലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും അവിടുത്തെ ഉള്ള ഫൈറ്റ് കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്യും. 80കളിലൊക്കെ BJPക്ക് അതിന്റെ സ്ഥാനാർത്ഥികളെ പോയി ആരും അറിയില്ല. ഈ 90 കഴിഞ്ഞപ്പോ 2000 കഴിഞ്ഞപ്പോ എല്ലാവരും അറിയാൻ തുടങ്ങിയത്. പയ്യപ്പയ്യ തന്നെയല്ലേ ഉള്ളൂ, അവർ പിടിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും BJPക്ക് ഇങ്ങനെ ഒരു 2440 ഇടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞാൽ? അത് അവർ തന്നെ പറയുന്ന കണക്കാണ്. ചിലപ്പോൾ അതിൽ കൂടാനാണ് സാധ്യത എന്തായാലും ഉള്ളത്. അങ്ങനെ അത്രയും സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ എന്തുകൊണ്ടാണ് വരുന്നത്? ഒരു വലിയ പ്രയാസം കേൾക്കുമ്പോൾ തന്നെ. കാരണം ഈ ഡീൽ ഓർ നോ ഡീൽ, ഈ ഡീലിന്റെ ആൾക്കാരാണ് ഈ നമ്മളെ K. സുരേന്ദ്രനും V. മുരളീധരനും C. കൃഷ്ണകുമാറും. ഇവര് 3 പേരും BJPയിൽ പുറത്തേക്ക് മാറി ഇവരെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറി ഒന്നും ആക്കിയിട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ BJP രക്ഷപ്പെടും. മോനിക്ക് ആ ശിവരാജനും കൂട്ടിക്കോ പാലക്കാട്. ഇവര് 3 ആൾക്കാർ മാറിക്കഴിഞ്ഞാൽ BJP, ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ BJPക്കാരെ മൊത്തം അഭിപ്രായമാക്കും. നിങ്ങൾ നോക്കോ. കാരണം ഈ 2-3 പാർട്ടിക്കാരാണ് ഈ BJP ഇങ്ങനെ ആയിക്കഴിഞ്ഞത്. പക്ഷെ ആളുകളൊക്കെ തിരിച്ച് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് സുരേന്ദ്രനെ പോലെ ഒരാൾ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നപ്പോൾ അത് പാർട്ടി നന്നായി പോയിരുന്നു, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നാണ് മോശമായത്. അങ്ങനെ ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ദാസൻ പറയുന്ന അഭിപ്രായം തന്നെയാണ് എല്ലാവരും പറയുന്നത് നമുക്ക് കരുതണ്ട. ദാസന്റെ അഭിപ്രായം ദാസൻ പറയാം.
ആംബുലൻസിന് പൈസ ഒരു വീട്ടിന്റെ മുമ്പിൽ അരമണിക്കൂർ വരെ ആംബുലൻസ് കൊണ്ട് കറക്റ്റ് നമ്മൾ കേട്ടില്ല. കുറച്ച് മുമ്പ് കൊടകര കുഴപ്പമാണ്. കെ സുരേന്ദ്രനും ഈ മുരളീധരനും ഈ സി കൃഷ്ണകുമാറും ഇവർ 3 പേരും മാറിയാൽ BJP കേരളത്തിൽ അധികാരത്തിൽ വരും. അതൊക്കെ അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ദാസൻ, നമ്മളല്ല തീരുമാനിക്കേണ്ടത്. ആരാണ് ഭരിക്കേണ്ടത്, ആരാണ് കൊള്ളാത്തതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഓരോ പാർട്ടികളുമാണ്. താങ്കളുടെ അഭിപ്രായം താങ്കൾക്ക് പറയാൻ ഒരു തടസ്സവുമില്ല. ശ്രീ ബിനു ആണ് വർക്കലയിൽ നിന്നും. ശ്രീ ബിനു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? BJPയുടെ ശക്തി കേന്ദ്രമാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം തിരുവനന്തപുരമാണ്. BJPക്ക് ലോക്സഭയിലൊക്കെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലായിട്ട് അവർ 2ാം സ്ഥാനത്തുണ്ട്. പലയിടത്ത് കോർപ്പറേഷനിലടക്കം അവർ 2ാം സ്ഥാനത്ത് അവരുണ്ട്. അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഇത്തവണ നടത്തുന്നത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ആകെ എടുക്കുമ്പോൾ ഇപ്പോഴും ഇവിടെ 50 ഇടങ്ങളിൽ BJPക്ക് BJPക്കോ NDAക്കോ അവർ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രനോ അങ്ങനെ സ്ഥാനാർത്ഥികളെ ഇല്ല. എന്റെ അഭിപ്രായത്തിൽ ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഒരു 100 ബൂത്തിൽ BJP സ്ഥാനാർത്ഥി നിർത്തേണ്ട ആവശ്യമില്ല. ഇത് പറയാൻ കാരണം ക്ലോസ് ഫൈറ്റ് വന്ന ഇപ്പൊ കഴിഞ്ഞ വർഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും 35 ബൂത്തിൽ 0 വോട്ടാണ് BJPക്ക് ഉള്ളത്. എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥി നിർത്തണം? വല്ല കാര്യമുണ്ടോ? ഇനി ആറ്റിങ്ങൽ പാർലമെന്റ് ക്ലോസ് ഫൈറ്റ് വന്ന ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ 20-ൽ താഴെ വോട്ടുള്ള 31 ബൂത്താണ് BJPക്ക് ഉള്ളത്. അവിടെ BJP സ്ഥാനാർത്ഥി നിർത്തണോ? ഇനി തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ച തൃശ്ശൂര് 12 വോട്ട് കിട്ടിയ ബൂത്തുണ്ട്. എന്തിനാണ് അവിടെ ആൾ നിർത്തണം? ജയിച്ച സ്ഥലമാണ് കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് ഒരു 75-80% ഡിവിഷനിലെ വാർഡുകളിൽ സ്ഥാനാർത്ഥി മതിയാവും 20% വോട്ടിലേക്ക് എത്താൻ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, ഈ തിരുവനന്തപുരത്തടക്കം BJPക്ക് 50 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ മലപ്പുറത്തും കോട്ടയത്തുമൊക്കെ BJPക്ക് സ്ഥാനാർത്ഥികളില്ലാത്തതിൻ്റെ ഒരു പൊളിറ്റിക്സ് ആളുകൾക്ക് മനസ്സിലാവും. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഘടനയ്ക്ക് അത്തരത്തിലേക്കൊരു വീഴ്ച സംഭവിക്കുന്നതായി കാണാൻ കഴിയുമോ? അവർക്ക് ഇപ്പോൾ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ വലിയ ഹോപ്പൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 100,000 കേസുകളും ബാങ്കിന്റെ മറ്റേ കേസിൽ ആത്മഹത്യയും മറ്റുള്ള കേസുകളൊക്കെ എല്ലാം പ്രശ്നങ്ങളാണ്. 100 പ്രശ്നങ്ങൾ അവർക്ക്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ അവർക്കൊരു ടൈപ്പ് മത്സരം ഇപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയുള്ള സീറ്റിന്റെ പകുതി പോലും സീറ്റ് ഈ പ്രാവശ്യം കിട്ടില്ല എന്നാണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്നിട്ട് കണക്ക് കൂട്ടിട്ടുണ്ട്. ആ സീറ്റൊക്കെ UDFന് കിട്ടും ഈ പ്രാവശ്യം. അതിൽ യാതൊരു തർക്കവും വേണ്ട സാറ്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷം UDFും ബലാബലത്തിന് ഈ പ്രാവശ്യം നിൽക്കും. അതിൽ യാതൊരു തർക്കമില്ല. അതാണ് എന്റെ കണക്ക് കൂട്ടൽ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കളുടെ പാർട്ടിയെക്കുറിച്ചാണ് ചർച്ച. ഇപ്പോഴും 2440 ഇടങ്ങളിൽ സ്ഥാനാർത്ഥി ഇല്ല എന്നാണ്. BJPയോ BJP പിന്തുണയ്ക്കുന്ന NDAയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രരോ ഒന്നുമില്ലാത്ത വാർഡുകളോ ഡിവിഷനുകളോ ഒക്കെ ഉണ്ട് എന്നാണ് BJPയുടെ തന്നെ ഔദ്യോഗിക കണക്ക്. അതിൽ കൂടുതലാണെന്നാണ് മറ്റു പാർട്ടികൾ പറയുന്നത്. എന്തുകൊണ്ടാവും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുന്നത്? ഇങ്ങനെ BJPയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. BJP ഇപ്പോഴും മനസ്സിലാക്കാത്ത കേരളത്തിലെ ജനങ്ങളുണ്ട്, മാധ്യമങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവരുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര തന്ത്രമാണ്. BJP വളരുന്നത് അങ്ങനെയല്ല. മെല്ലെ BJP വളർന്നു വരുന്ന, പെട്ടെന്ന് വളരണ്ടെന്നുള്ള ഒരു ഇതുണ്ട്. വളർന്നാൽ അവിടെ പിടിച്ചു നിൽക്കുകയില്ല. പയ്യെ വളർന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ലാതെ ആയിക്കൊണ്ട് BJP ഇവിടെ വളരും. അതിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കോൺഗ്രസിന് പോലും കണ്ണൂർ 16 ഇടത്തങ്ങണ്ട CPM എതിരില്ലാതെ ജയിച്ച 10-30 വർഷത്തെ തഴമ്പുള്ള ഒരു പാർട്ടിയാണ്. അവിടെ കോൺഗ്രസ്സുകാർക്ക് പോലും അവിടെ ഒരാളെ നിർത്താൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ BJP ഇന്നലെ വന്ന BJPയെ പറ്റിയല്ല നമ്മൾ കൂടുതലും ആകുലപ്പെടേണ്ടത്. കോൺഗ്രസിനെ പറ്റിയാണ് നമ്മൾ ആകുലപ്പെടേണ്ടത്. കോൺഗ്രസ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ലെന്നായിക്കൊണ്ട് BJP മെല്ലെ വളരും. അതുപോലെ തന്നെ തുടർ പഠനവാടനും CPM തുടർ പഠനവും കേട്ടു. ഈ പ്രാവശ്യം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ CPM 1 വിജയം നേടും. പക്ഷേ അതിനോടനുബന്ധിച്ച് BJPയും വളരുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഇതിന് വരുവാൻ പോകുന്ന കാലമല്ല, ഇത് കണ്ടു കുറിച്ചിട്ടോ ഞാൻ ഈ പറഞ്ഞതിനകത്ത് BJP കോൺഗ്രസ് ഏറെക്കുറെ ഒപ്പം ഇവിടെ ഈ കേരളത്തിൽ വരും. അത് എടുത്തതിന് ശേഷം കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പുകയായിട്ട് താഴെ പോകും. ഇപ്പം മുംബൈയിൽ നിന്ന് വിളിച്ച പറഞ്ഞ് ചിരിക്കണമെന്ന് ഭയങ്കര ചിരി തോന്നുന്നു പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഓർത്തായിരിക്കും പുള്ളി ചിരിക്കുന്നത്.
കോൺഗ്രസ് ആദ്യം നന്നാണ്. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇവിടെ തമ്മിലടിച്ച് പിരിഞ്ഞത്? ഞങ്ങളുടെ ഈ പാറത്തോട് പഞ്ചായത്തിലൊക്കെ എത്ര റിവില വന്ന് നിൽക്കുന്നത് ഈ എതിരില്ലാതെ 3-4 പ്രാവശ്യം നിന്നവരൊന്ന് മാറിയല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കോൺഗ്രസിനകത്തുള്ള കുഴപ്പം എന്ത് ചെയ്യും? മാറിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങിക്കിടക്കുക. ആ കോൺഗ്രസിനെ ആരെങ്കിലും വോട്ട് ചെയ്യുമോ, CPM ചെയ്യുമോ? എന്നാൽ ഇതിന് രണ്ടും വേണ്ടെന്ന് പറഞ്ഞാൽ ആർക്ക് ചെയ്യും? BJP ചെയ്യും. അതാണ് അതായത് അത് കണക്കൂടി തന്നെ BJP നിൽക്കുന്നത്. BJP 10 നിന്നുള്ളും 10 നിന്ന് 5 ജയിക്കാൻ വേണ്ടി BJP പരിശ്രമിക്കുന്നത്. അത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്താ കാണിക്കുന്നത്? 10 നിന്ന് 10 തോറ്റാലും പറ്റില്ല, ഞങ്ങളുടെ വാശിയാണ് ജയിക്കേണ്ടത്, ഞങ്ങൾ പിടിച്ചോടം നേടണം എന്ന് പറഞ്ഞത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം രവീന്ദ്രൻ, കോൺഗ്രസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ ചർച്ച ചെയ്ത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്റെ ചോദ്യം, ഈ BJPക്ക് എന്തുകൊണ്ടാണ് ഈ 10% സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്തത് എന്നുള്ളതാണ്. അല്ല, BJP സ്ഥാനാർത്ഥി ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടി, അത് അവർ കൂടി, അത് നമ്മൾ കണക്കിൽ ആദ്യം തന്നെ പറഞ്ഞല്ലോ. BJPയുടെ കണക്കനുസരിച്ചാണെങ്കിൽ 77% വരുന്നത് 89% എന്ന് പറയുന്നു. പക്ഷേ BJP കേരളം പിടിക്കും എന്നൊക്കെ പറയുന്ന, കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങളുണ്ട്, ശക്തിയാണെന്നൊക്കെ പറഞ്ഞൊരു പാർട്ടിക്ക് 2440 ഇടത്ത് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ചെറിയ കണക്കല്ലല്ലോ. അതിന്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ BJPക്ക് ഇപ്പോഴും എല്ലാ ജില്ലകളിലൊന്നും നേതാക്കന്മാർ നല്ല നേതാക്കന്മാരും ഇല്ല. ഈ ഉള്ള നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഈ എല്ലായിടത്തും ഓടി നടക്കാനുള്ള നേതാക്കന്മാരൊന്നും BJPക്ക് ആയിട്ടില്ല. അതാണ് ഇതിന്റെ വലുത്. ഇപ്പൊ തന്നെ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഹരിയായിരുന്നു ഏറ്റവും മുതിർന്ന നേതാവ്. ഹരി മാറിക്കഴിഞ്ഞപ്പോഴേക്കുള്ള വന്ന സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടില്ല. ഹരിയൊക്കെ ആയിട്ട് ഞങ്ങൾ എന്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്, ഹരിയൊക്കെ ആയിട്ട് കാഞ്ഞിരപ്പള്ളി അവിടെ എല്ലായിടത്തും ഹരി ഓടി നടന്നിട്ടുള്ള. ഇപ്പൊ വന്നിരിക്കുന്ന സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ ഹരി മാറി കഴിഞ്ഞ് വന്നിരിക്കുന്നത് എവിടെ ആളെ പോലും കണ്ടിട്ടില്ല ഇന്ന് വരെ. ഇങ്ങനെയുള്ളവനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ BJP വ്യക്തമാണ്. പ്രശ്നം. ഓക്കെ, ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തിരുവനന്തപുരം കേരളത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ജില്ലയാണ്. ആ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 50 ഇടത്ത് സ്ഥാനാർത്ഥികളില്ല. എന്തുകൊണ്ടാവും അങ്ങനെ സംഭവിക്കുന്നത്? ഏതെങ്കിലും അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ, അതോ അങ്ങനെ സ്ഥാനാർത്ഥികളെ കിട്ടാണ്ടാണോ? നമസ്കാരം. ഞങ്ങളെ പോലെയുള്ള വിദേശത്ത് താമസിക്കുന്ന സംഘി RSS BJPക്കാരൊക്കെ പലരും തങ്ങളുടെ വാർഡിൽ ഒരാളെ BJPക്കാരെ ജയിപ്പിച്ചെടുക്കുക എന്നൊരു കർത്തവ്യത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോ അങ്ങനെയാണോ ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? അതെ, തീർച്ചയായിട്ടും. ഇവിടെ വാർഡിൽ ആളിനെ ജയിപ്പിക്കാൻ വേണ്ടി ന്യൂയോർക്കിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നതല്ലേ? എന്റെ പ്രസ്ഥാനത്തിലെ ഒരാളെ ജയിപ്പിക്കുവാൻ എന്നാൽ കഴിയുന്ന സാമ്പത്തികവും എന്റെ പ്രസൻസും എന്റെ പ്രവർത്തനവും അതിൽ അർപ്പിക്കുക എന്നുള്ളത് ഒരു സംഘപ്രവർത്തനായ എന്റെ ഒരു കടമയാണ്. ശരി, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് താങ്കൾ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറഞ്ഞ് പറയാറുണ്ട്. അത് ആ സമയത്തൊക്കെ ഞാൻ തിരിച്ചു ചോദിക്കുമ്പോൾ ഇന്നെന്തായാലും തുറന്നു പറഞ്ഞതിൽ വലിയ സന്തോഷം. എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് ഞാൻ എവിടെ പറഞ്ഞു? ഞാൻ പറഞ്ഞത് ഞാനൊരു BJP RSS പ്രവർത്തകനാണെന്ന് ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലേ? ശരി, ഓക്കെ, പറഞ്ഞോളൂ. താങ്കൾ എന്നെ സംഘി എന്നൊരു പദം തന്നപ്പോഴാണ് ഞാൻ അതിർത്ത് പറഞ്ഞത്. ഞാൻ ഈ മറ്റേ നിങ്ങളെന്തോ വേറെന്തോ ഒരു കാര്യം സംഘി എന്നൊന്നും വിളിച്ചിട്ടില്ല. നോ, നിങ്ങൾ വേറൊരു കാര്യം പറയൂ. അതിന്റെ പേര് മറന്നുപോയി. അതിന് എന്തോന്ന് സംഘിയോ സംഘത്തനോ എന്തോ എനിവേ വാട്ടവർ. നോക്കൂ, ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പ്രവർത്തകരുള്ള സ്ഥലത്ത് അവർ ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തും. അവരുടെ വിജയ സാധ്യതകൾ നോക്കും, പലതും നോക്കി ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ക്വാളിറ്റി നോക്കും, ക്വാളിഫിക്കേഷൻ നോക്കും, അവരുടെ പ്രവർത്തന മേഖല എല്ലാം നോക്കിയാണ് ഞങ്ങളൊരു സ്ഥാനാർത്ഥി നിർത്തുന്നത് തന്നെ. അപ്പൊ ഞങ്ങളൊരു സ്ഥാനാർത്ഥി നിർത്തുന്നത് ജയിക്കാൻ വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് അത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടാതെ വരും. ആ കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അവിടെ നിർത്തത്തില്ല. പിന്നെ തിരുവനന്തപുരത്ത് 50 സ്ഥലങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു. താങ്കൾ ഇപ്പം തിരുവനന്തപുരത്താണ്. താങ്കൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാം. താല്പര്യമുണ്ടോ മിസ്റ്റർ കിരൺ? എന്തായാലും എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അവസ്ഥ കുഴപ്പമൊന്നുമില്ല, അതെനിക്കറിയാം. താങ്കളുടെ രാഷ്ട്രീയ ഇടതാണെന്ന്. ഏത് രാഷ്ട്രീയമായാലും എനിക്ക് അത്ര ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അല്ല, ന്യൂസ് 8ന്റെ വിഷമം കാണുമ്പോഴുള്ള ന്യൂസ് 8ന്റെ വിഷമവും ഞങ്ങൾക്ക് വിഷമവും സന്തോഷവും ഒന്നുമില്ല. ശ്രീ പ്രദീപിന് വിഷമവും സന്തോഷമൊക്കെ ആണ്. എനിക്ക് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെന്ന് ഞാനതല്ല എന്ന് പറഞ്ഞോ. ഞാൻ ചോദിച്ചത് തിരുവനന്തപുരത്ത് 50 സ്ഥാനാർത്ഥികളില്ല, അത് എന്തുകൊണ്ടാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, BJP നല്ല ശേഷിയൊക്കെ ഉള്ള പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അതിലൊന്നും യാതൊരു സംശയവും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഇല്ല മിസ്റ്റർ കിരൺ, താങ്കളെ പോലെ സംശുദ്ധ സംശുദ്ധ മാധ്യമ പ്രവർത്തനം നടത്തുന്ന വ്യക്തികൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിക്ക് ആവശ്യമാണെന്ന്. വരൂ, ഞങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിലോ? പ്ലീസ് വെൽക്കം ടു ജോയിൻ അവർ ഫാമിലി. അതിന് താല്പര്യമില്ലെങ്കിലോ? ഞാനത് ഇനി കൂടുതൽ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നോക്കൂ, മനുഷ്യൻ പ്രവർത്തിക്കും. സാധാരണ ഇത് കേൾക്കുന്ന ഒരാൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവേണ്ടതാണ്. സാധാരണ അല്ല, എനിക്ക് മനസ്സിലാവുന്നു. അതാണ് ഞാൻ താങ്കളെ തന്നെ വിളിച്ചത്. കാരണം താങ്കൾ ഇടതുപക്ഷത്തിന് വേണ്ടി മാധ്യമ പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്. ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടി വലതുപക്ഷത്തിന് വേണ്ടി ഒന്നും മാധ്യമ പ്രവർത്തനം നടത്താറില്ല. മാധ്യമ പ്രവർത്തനത്തിൽ ഞാനിപ്പോ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും വസ്തുതാപരമായ പിഴവുണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം.
അല്ല താങ്കൾ ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. അല്ല ഞാനതല്ല താങ്കൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വസ്തുതാപരമായി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കേരളത്തിൽ 2440 ഇടത്ത് സ്ഥാനാർത്ഥികളില്ല എന്ന് പറഞ്ഞത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷാണ്. മറ്റു പാർട്ടികളുടെ കണക്കനുസരിച്ചാണെങ്കിൽ 5000-ഓളം ഇടത്ത് സ്ഥാനാർത്ഥികളില്ല. എൻ്റെ ഒരു കോമൺ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ ഈ 2400-നും 5000-നും ഇടയ്ക്ക് എവിടെയുള്ള ഏതോ ഒരു സീറ്റിലാണ് BJPക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത്. അത് യാഥാർത്ഥ്യമായിരിക്കും. നോക്ക് കിരണേ, ഞങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ നിർത്താൻ ആളില്ലാത്തത് കൊണ്ട് ഇപ്പൊ പോലീസിനെ ബോംബ് എറിഞ്ഞതുപോലെ അത് അവിടെ നിൽക്കട്ടെ. പോലീസിനെ ബോംബ് എറിഞ്ഞത് മറ്റേതൊന്നും അല്ലല്ലോ. ഈ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാത്ത തിരുവനന്തപുരത്ത് 50 ഇടത്ത് ആളില്ല എന്ന് പറഞ്ഞാൽ ആ ജില്ലയിലെ സംഘടനാ സംവിധാനം ദുർബലമാണെന്നുള്ളതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ദുർബലം ഇല്ലെന്നാണ് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് 1, 2, 12 തൊട്ട് മുമ്പേ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ആളില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ എന്തിനാണ് നിൽക്കണം? അത് മാത്രമല്ല, ആളില്ലാത്ത സ്ഥലത്ത് ജയിക്കാൻ കഴിയില്ലാത്തത് നിൽക്കാനാണെങ്കിൽ കേരളത്തിൽ CPM-നും BJPക്കും അല്ല CPM-നും കോൺഗ്രസിനും ഒക്കെ ഒരിക്കലും അവർ ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ അവർ മത്സരിപ്പിക്കുമല്ലോ ആളെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കണ്ണൂർ എതിരില്ലാത്ത 6-7 കുറച്ച് 6-7 ഒരു 100 സീറ്റിലോ അല്ലെങ്കിൽ 200 സീറ്റിലോ BJP സ്ഥാനാർത്ഥികൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മളാരും ഇത് ചർച്ച ചെയ്ത് പോലും ഇല്ല. BJPയെ സംബന്ധിച്ച് 10-200 സീറ്റിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം. ഇപ്പൊ അവർ മറ്റു പാർട്ടികൾക്ക് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ പോലും ഒരു 100 സീറ്റിൽ പോലും തികയത്തില്ല അവർക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത എല്ലാം കൂടി. BJPക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഒരു BJPയെ പോലെ പാർട്ടിക്ക് 2540 എടുത്ത് സ്ഥാനാർത്ഥികളില്ലെന്ന് അവർ ഔദ്യോഗികമായി സമ്മതിക്കുമ്പോൾ അതിൽ കൂടുതലെടുത്ത് സ്ഥാനാർത്ഥികളില്ല എന്നുള്ള യാഥാർത്ഥ്യം. അല്ല, താങ്കൾ ഞങ്ങളെ പരിഹസിക്കുമ്പോൾ പരിഹസിക്കല്ല, ഇതൊരു യാഥാർത്ഥ്യമല്ലേ? അല്ല, അത് ഞാൻ സമ്മതിച്ചല്ലോ. നിരന്തരം ഭരണത്തിലിരുന്ന കോൺഗ്രസിന് കണ്ണൂര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ശ്രീ പ്രദീപ്. അത് കേരളത്തിൽ കോൺഗ്രസിന് അങ്ങനെ 10% വേണ്ട, 5% വേണ്ട. കേരളത്തിൽ കോൺഗ്രസിന് ഒരു 2% സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്തേനെ, എല്ലാവരും ചർച്ച ചെയ്തേനെ. അല്ല, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് അവർക്ക് നിന്നുകൂടാ? ഇപ്പൊ എതിരില്ലാത്ത നമ്മുടെ ചോദ്യം അതല്ല, ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം താങ്കൾക്കുണ്ടെങ്കിൽ അത് പറയാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് സംഘടനാ ബലം ഇല്ലാത്തതോ ആൾ ശക്തി കുറഞ്ഞോ സ്ഥലങ്ങൾ സ്വാഭാവികമായി. അപ്പൊ താങ്കൾ ഇനി വോട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ന്യൂയോർക്കിലേക്കുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ നിൽക്കുന്ന വാർഡിൽ ജയിച്ച് ഞാൻ താങ്കളെ വിളിക്കാം അവിടെ. എന്നെ എന്തിനാണ് വിളിക്കുന്നത്? താങ്കൾ നിൽക്കുന്ന വാർഡിൽ താങ്കളുടെ പാർട്ടി ജയിച്ചാലും തോറ്റാലും എന്നെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. അല്ല, ഇപ്പൊ അവിടെ ഭരിക്കുന്നത്, ഞാനിപ്പോ സർപ്രൈസ് ആയിട്ട് പറയുന്നില്ല, ഇപ്പം ഭരിക്കുന്നത് LDF ആണ്. അവരെ താഴെ ഇറക്കി ഞങ്ങൾ BJP ഭരിക്കും. ഞാൻ താങ്കൾ അവിടെ വിളിക്കും. താങ്ക് യു. എന്നെ വിളിക്കേണ്ട കാര്യമില്ല. BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും ഒന്നും എന്നെ സംബന്ധിച്ച് എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇതൊന്നും. ആയിക്കോട്ടെ. എന്റെ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറിയാൽ ആരോടായാലും നമ്മൾ തിരിച്ചു പറയുകയും ചെയ്യും. തീർച്ചയായിട്ടും. അങ്ങനെ ഉത്തരേന്ത്യയിലെ പോലെ ആരെങ്കിലും ഒരു അധികാരം പിടിച്ചിട്ട് ആളുകളെ എല്ലാം അടക്കി ഒതുക്കി നിർത്താമെന്നുള്ള ധാരണയൊന്നും കേരളത്തിൽ നടക്കുകയുമില്ല. ഇത് ഈ പറയുന്ന താങ്കളുടെ രാഷ്ട്രീയമാണ് മിസ്റ്റർ കിരൺ. രാഷ്ട്രീയമല്ല പ്രദീപ്, ഇതിന് ആരായാലും നടക്കില്ല. കേരളത്തിന്റെ സ്വഭാവം അതാണ്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയം, താങ്കളുടെ രാഷ്ട്രീയം പറയുന്നു. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ജയിക്കുമ്പോൾ താങ്കൾ സ്വാഗതം ചെയ്യാം അങ്ങോട്ട്. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ ശ്രീ പ്രദീപ്. വന്ന് കാണും മിസ്റ്റർ കിരൺ. ഞാൻ സ്ഥലങ്ങൾ കാണാൻ, ഞാൻ ഈ തിരുവനന്തപുരം സ്ഥലങ്ങളൊക്കെ ഞാൻ നിരന്തരം കാണുന്നതാണ്. ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളാണ്. ഞാൻ പറയുന്നു, തിരുവനന്തപുരത്ത് ഇത്തവണത്തെ മേയർ ഞങ്ങളുടെ BJP സ്ഥാനാർത്ഥി ഫീലേക്കായിരിക്കും. ശരി, ഓക്കെ. ഓരോ പാർട്ടിക്കും അവരവരുടെ ആൾ മേയറാവും എന്ന് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. അങ്ങനെ അത് മുൻകൂട്ടി അവകാശപ്പെടുന്നതിലും ഒരു തെറ്റുമില്ല പതിവ്. നല്ലത്. ശരി, ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്നും. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ BJPയെ പോലെ ഒരു പാർട്ടിക്ക് അവർ കേരളം പിടിക്കുമെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ആ പാർട്ടിക്ക് 10% സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ദൗർബല്യം അതിന്റെ സംഘടനാ സംവിധാനത്തിലുണ്ടോ? ഉണ്ട്, അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. സംഘടനാ സംവിധാനം മാത്രമല്ല, ഈ പാർട്ടിക്ക് വലിയ ജനസ്വാധീനം ഇല്ല. അത് കെട്ടിപ്പൊക്കുന്ന ജനം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ മൊത്തം നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു അബദ്ധം പറ്റിയതാണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി മറ്റേ BJP ആണെന്ന് വലിയ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസും അല്ല. ശ്രീ വിജയകുമാർ, ഇന്ത്യയിൽ നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ നമ്മളെ ഏത് വിഷയം എടുക്കുന്നത് ഇന്ത്യയിലെ പാർട്ടികളിൽ തൊട്ട് മുൻപിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. തൊട്ട് മുമ്പിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യയിലെ ഒന്നാമത്തെ പാർട്ടി BJP ആണ്. അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണ് എടുക്കുന്നത്. അതിൽ BJP ആണ് എന്നതിൽ നമുക്ക് സംശയമൊന്നുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കണക്ക് പറയുമ്പോൾ ആ കണക്കിനകത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടിയായാലും ഇഷ്ടമുള്ള പാർട്ടിയായാലും കണക്കുകൾ മാറില്ല. അങ്ങനെ നമ്മൾ ആ കണക്ക് നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ നമുക്ക് ജനപിന്തുണ സംശയം. കാരണം പരഭാഗത്തും അഴിമതി കൂടെ അല്ലെങ്കിൽ മറ്റേ ഭീഷണി കൂടെ അല്ലെങ്കിൽ എങ്ങനെയും. അല്ല വിജയകുമാർ, ഇപ്പൊ നമ്മുടെ വിഷയം അതല്ല. നമ്മൾ ആ വിഷയമല്ല ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും അത്ര ആരോപണങ്ങളുണ്ട്. അതല്ല നമ്മുടെ ചർച്ച. കേരളത്തിൽ BJPക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. പിന്തുണ ഇനി വീണ്ടും കുറയാനാ സാധ്യത. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJPയുടെ സ്വാധീനം ഒന്നുകൂടി കുറയാനാ സാധ്യത. വിജയകുമാറിന്റെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ,
താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ, അതും തിരുവനന്തപുരം പോലെ, താങ്കൾക്ക് അറിയാമല്ലോ തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബി ജെ പിയുടെ കരുത്തുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ജില്ല. ആ ജില്ലയിൽ തന്നെ 50 സ്ഥാനാർത്ഥികളില്ല. അല്ല, ആവശ്യമില്ലാതെ നിർത്തി ഉള്ള പൈസയും കളഞ്ഞ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നുള്ളതാണ്. ഇത് ബി ജെ പി ആണെന്നുള്ള കാര്യം ഒന്ന് മറന്നു പോകരുത്. ആ ബി ജെ പിക്ക് അതിൻ്റെതായിട്ടുള്ള തന്ത്രങ്ങളും കോന്ത്രങ്ങളും എല്ലാം അറിയാവുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ എന്റെ സുഹൃത്ത് മനുവിനെ കുറിച്ച് യാതൊരു വിവരമല്ല. ഞാൻ അറിഞ്ഞ ഒരു കാര്യം, പുള്ളിയുടെ വൈഫ് അങ്ങോട്ട് ജില്ലാ പഞ്ചായത്തിലാകട്ടെ മത്സരിക്കാൻ നിൽക്കുന്നത്, പുള്ളി വോട്ട് പിടിക്കാൻ പോയെന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ട് ഉള്ളതാണെന്ന് അറിയില്ല. എന്തായാലും മനുവിന്റെ വൈഫ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നില്ല, മനു വോട്ട് പിടിക്കാൻ പോയിട്ടുമില്ല, മനു വീട്ടിലുണ്ട്. ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ പറയണത്. ആരാണ് താങ്കളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്റെ അടുത്ത് ഒരു സ്ത്രീ എന്നാ പറഞ്ഞത്, ഇങ്ങനെ പുള്ളിയുടെ വൈഫ് മത്സരിക്കാൻ അവരെ ഒരു സുഹൃത്ത് ഒരു സ്ത്രീ എന്നെ പറഞ്ഞത്. എന്നാലും തെറ്റായ ഒരു വിവരമാണ്. മനുവിന്റെ ഭാര്യ മത്സരിക്കുന്നില്ല. അങ്ങനെ വോട്ട് പിടിക്കാൻ പോയേക്കാണ്. അതാണ്. താങ്കൾ ഇത് പറയൂ. ഇത് പറയാനൊന്നുമല്ലേ, ഇത് ബി ജെ പി ആണ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇത് ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അത് എവിടെ നിർത്തണമെന്നും എവിടെ നിർത്തണ്ടെന്നും അവർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം. അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാതെ കോൺഗ്രസിനെ പോലെ ഈ വിടുവായത്തം പറയാനും ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുവന്ന് തലവെച്ചു കൊടുക്കാനൊന്നും ബി ജെ പി കിട്ടില്ല. താങ്കളെന്റെ നേരത്തെ പറഞ്ഞില്ലേ, താങ്കളെന്റെ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, കണ്ണൂര് ഒരു 5 or 10 സ്ഥലത്ത് ജയിച്ചു എതിരില്ലാതെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു വിഷയമല്ല. ആയിരക്കണക്കിന് ഇനി സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ ശരിയല്ല. അവർക്ക് ഉറപ്പുള്ളിടത്ത് മാത്രമേ നിൽക്കൂ. എന്തായാലും അങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് വേഗത്തിൽ പറയാം. സാർ ഒരു കാരണവശാലും ലീവ് എടുക്കരുത് ഈ സമയത്ത് കേട്ടോ. എന്തു പറ്റി? അല്ലല്ല, ഇലക്ഷൻ പ്രചരണത്തിൽ പോയിന്നേ ഞങ്ങൾ വിചാരിക്കുള്ളൂ. ഏതായാലും സാറേ ഒരു കാര്യം പറയാം. ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളുടെ ദാരിദ്ര്യമില്ല, പക്ഷെ ജനങ്ങളുടെ ഇടയിലേക്ക് ബി ജെ പി ഇതുവരെയും പൂർണ്ണമായിട്ട് ഇറങ്ങി ചെന്നിട്ടില്ല. അവരുടെ വേര് വളർന്നു വരുന്നതേ ഉള്ളൂ. മാത്രമല്ല പല സ്ഥലങ്ങളിലും കിട്ടിയ വോട്ടിനെ തന്നെ നിലനിർത്താൻ പറ്റിയിട്ടില്ല. ഏതായാലും ബി ജെ പിക്ക് സ്കോപ്പുണ്ട്, പക്ഷെ കുറച്ചും കൂടെ അതിന്റെ അണികൾ എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പെരുമാറിയാൽ മാത്രമേ അതിനകത്തുള്ള സാഹചര്യം ഉള്ളൂ എന്നാണ് ഞാൻ നിർത്തുന്നു സാർ. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്നാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ബി ജെ പിയെ പോലെ ഒരു പാർട്ടിക്ക് ഇങ്ങനെ 10% സ്ഥലത്ത് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്തത് അവരുടെ സംഘടനാപരമായ ദൗർബല്യമാണെന്നും അതല്ല അവർ വിജയിക്കാൻ ശേഷിയില്ലാത്ത സ്ഥലത്ത് തന്ത്രപരമായി മാറി നിന്നതാണെന്നും പല കാരണങ്ങളാൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ട് മാറ്റി നിർത്തിയതാണ്. എന്തിനാണ് വെറുതെ ഒരിക്കലും ജയിക്കില്ല എന്നൊരു സ്ഥലത്ത് മത്സരിക്കുന്നത്? അങ്ങനെ വിവിധമായ ചോദ്യങ്ങൾ. സ്വാഭാവികമായും ആ പാർട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഔദ്യോഗികമായി വിശദീകരിക്കേണ്ടത് ആ പാർട്ടിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആളുകളെ സംബന്ധിച്ച് വ്യത്യസ്തമായ വിശദീകരണങ്ങളാണ്. അത്തരം വിശദീകരണങ്ങളൊക്കെയാണ് സ്വാഭാവികമായും ഉണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.